ഹലോ ആൾ, അപ്പോൾ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലെ ബ്ലോക്ക് 2 കംപ്ലീറ്റ് യൂണിറ്റ് ആണ്. സോ നമ്മൾ ഈ കംപ്ലീറ്റ് യൂണിറ്റ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കംപ്ലീറ്റ് യൂണിറ്റൊക്കെ കംപ്ലീറ്റ് ബ്ലോക്കൊക്കെ എങ്ങനെ പറയാൻ പറ്റില്ല, ഈ എല്ലാ യൂണിറ്റുകളും ഒരു വീഡിയോയിൽ പോസിബിൾ ആണോ? യെസ്, നമ്മൾ പോസിബിൾ ആക്കും. കാരണം നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട പോയിന്റ്സ് മാത്രമേ ഓരോ യൂണിറ്റിലെയും പറയണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കൂടെ ഒന്നുകൂടെ ഈസി ആവും അല്ലേ? ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഒരു ബ്ലോക്കിലെ 3 യൂണിറ്റ് ഒരുമിച്ച് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊന്നുകൂടെ എളുപ്പമുള്ള കാര്യമല്ലേ? സോ വളരെ വേണ്ടപ്പെട്ട പോയിന്റ്സ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ നോട്ടുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ബ്രീഫായിട്ട് നമ്മൾ ഓരോ യൂണിറ്റും ബ്ലോക്ക് 2 ഓരോ യൂണിറ്റും ഡിസ്കസ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിലൂടെ. സോ നമ്മൾ ബ്ലോക്ക് 2 ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇൻ ഇൻഫോർമൽ ആൻഡ് ഫോർമൽ കോണ്ടെക്സ്റ്റ്. ഒരു ഇൻഫോർമൽ ഫോർമൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കേൾക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിൽ വരുന്ന ഫസ്റ്റ് യൂണിറ്റ് ആണ് ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്. അതാണ് നമ്മുടെ ബ്ലോക്ക് 2 ഫസ്റ്റ് യൂണിറ്റ്. സോ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്. ഓക്കെ, informal interpersonal communication means communication between people in everyday situations. It is friendly, natural and relaxed. So ഈ ഒരു ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻസ് ഉണ്ടല്ലോ, അതിനെയാണ് ആക്ച്വലി ഈ ഒരു ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. രണ്ടാളുകൾ തമ്മിൽ ബിറ്റ്വീൻ പീപ്പിൾ ഇൻ എവറിഡേ സിറ്റുവേഷൻസ്. എന്നും നമ്മൾ കാണുന്ന ആൾക്കാരോട് ഗ്രീറ്റ് ചെയ്യും, ഹലോ ഹായ് എന്നൊക്കെ ചോദിക്കും. ഇന്ന് നമ്മൾ അറിയാത്ത ഒരാളോട് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കും. നമ്മളിപ്പോൾ ഒരാളോട് പോകുമ്പോൾ ടാറ്റ ബൈ ബൈ അല്ലെ സി യു ലേറ്റർ ടുമോറോ എന്നൊക്കെ പറഞ്ഞ് പോകും. അങ്ങനെ എവറിഡേ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി കാഷ്വലായിട്ട് സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒരു ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഇറ്റ് ഈസ് ഫ്രണ്ട്ലി, നാച്ചുറൽ ആൻഡ് റിലാക്സ്ഡ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, വളരെ ഇൻഫോർമൽ ആയിട്ട്, ഫ്രണ്ട്ലി ആയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഡെയിലി സിറ്റുവേഷൻസ്, എവറിഡേയിൽ നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ടോക്കിംഗ് വിത്ത് ഫ്രണ്ട്സ്, നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതി ഫോർമൽ ഇരിക്കുമല്ലോ അല്ലേ, വളരെ ഇൻഫോർമൽ ആയിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. ചാറ്റിംഗ് വിത്ത് ഫാമിലി മെമ്പേഴ്സോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം, വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും. സ്പീക്കിംഗ് വിത്ത് ക്ലാസ്മേറ്റ്സിനോട് സംസാരിക്കുന്ന രീതി വളരെ കാഷ്വൽ ആയിട്ടായിരിക്കും. കാഷ്വൽ കോൺവെർസേഷൻസ്, അതുപോലെ നമ്മൾ എന്തെങ്കിലും ചായ കുടിക്കാൻ പോകാം, അല്ലേ വാ ചായ കുടിക്കാൻ പോകാം, പിന്നെ എന്തൊക്കെ വർത്താനം, അങ്ങനെ വളരെ കാഷ്വൽ ആയിട്ട് വളരെ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് കോൺവെർസേഷൻസിനെയാണ് ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഈ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇൻഫോർമൽ ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി, നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നമ്മൾ ഡെയിലി ലൈഫിൽ റിലാക്സ്ഡ് ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എവറിഡേ സിറ്റുവേഷൻസിൽ സംസാരിക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുന്ന രീതി. അതിൽ മെയിൻ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഗ്രീറ്റിംഗ് പീപ്പിൾ. ആളുകളെ കണ്ടു കഴിഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നൊരു രീതി അല്ലെ, നമ്മളൊരാളെ കണ്ട ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഗ്രീറ്റ് ചെയ്യാറുണ്ട്. സോ അതാണ് ഫസ്റ്റ് മെയിൻ ഫങ്ഷൻ വരുന്നത്, ഗ്രീറ്റിംഗ് പീപ്പിൾ. യൂസ്ഡ് വെൻ മീറ്റിംഗ് സമ്മൺ. നമ്മൾ ആരെയെങ്കിലും ഒരാളെ കാണുമ്പോഴായിരിക്കും നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാളോടായിരിക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞോ, ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ആവാറ് എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഗ്രീറ്റ് ചെയ്യാറ് മറ്റൊരു പേഴ്സണെ കാണുമ്പോഴായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹായ്, ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, നൈസ് ടു സീ യു, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ അതാണ് ഫസ്റ്റത്തെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ്, ഗ്രീറ്റിംഗ് പീപ്പിൾ യൂസ്ഡ് വെൻ മീറ്റിംഗ് സമ്മൺ. നമ്മൾ ആരെയെങ്കിലൊക്കെ കാണുമ്പോൾ അവരോട് മീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഗ്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ രീതിയാണ് ഗ്രീറ്റിംഗ് പീപ്പിൾ ഫസ്റ്റ് മെയിൻ ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ഫങ്ഷൻ, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. അല്ലെ, നമ്മളറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അയാളെ ഹായ് എന്ന് പറഞ്ഞ ശേഷം പിന്നീട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, ആണല്ലോ, നമ്മൾ അറിയില്ലല്ലോ ആൾക്ക്. സോ സെക്കൻഡ് തിങ് എന്താ, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. യൂസ്ഡ് വെൻ
മീറ്റിംഗ് സമ്മൺ ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലെ, ഒരാളെ ആദ്യമായിട്ട് കാണുമ്പോൾ ആൾക്ക് നമ്മൾ അറിയില്ല. സോ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹലോ ആം ഐശ്വര്യ അല്ലേ, എൻ്റെ പേര് ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാഷ്വലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കില്ലേ, ദാറ്റ് ഈസ് അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് സെക്കൻഡ് മെയിൻ ഫംഗ്ഷൻ, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. ആൻഡ് തേർഡ് തിങ്, സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. പിന്നീട് അവരുമായിട്ടൊരു സംസാരം, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഒരാളോട് ഇൻഫോർമലായി സംസാരിക്കുമ്പോൾ ആദ്യം ഗ്രീറ്റ് ചെയ്തു, ശേഷം നമ്മൾ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു, അതിനുശേഷമായിരിക്കും നമ്മളൊരു കോൺവെർസേഷൻ രൂപത്തിലേക്ക് എത്തുന്നുണ്ടാവുക അല്ലെ, സംസാരിച്ച് തുടങ്ങുന്നുണ്ടായിരിക്കും, അതിനുശേഷമായിരിക്കും. സോ സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് ഹെൽപ്പ് അവോയ്ഡ് സൈലൻസ് അല്ലേ. കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടയിലുള്ളൊരു സൈലൻസ് കുറയും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ നേരത്തെ ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എൻ്റെ കഴിച്ചപ്പോൾ രാവിലെ എവിടുന്ന എപ്പോഴും ബസ് കയറി എന്നൊക്കെ നമ്മൾ വളരെ കാഷ്വലായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടാളുകൾക്കിടയിലൊരു സൈലൻസ് ഉണ്ടായിരിക്കില്ല. സോ തേർഡ് മെയിൻ ഫംഗ്ഷൻ ആണ് സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. എക്സാമ്പിൾസ്, ഹൗ വാസ് യുവർ ഡേ, ഡിഡ് യു വാച്ച് ദ മാച്ച് യെസ്റ്റർഡേ, വെർ ആർ യു ഫ്രം, അങ്ങനെ കാഷ്വലായിട്ട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്കൊരു കോൺവെർസേഷനിൽ കൊണ്ടുവരാൻ പറ്റും. സോ തേർഡ് മെയിൻ ഫംഗ്ഷൻ ആണ് സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. ദെൻ ഫോർത്ത് ഫംഗ്ഷൻ ആണ് മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു, ആ കോൺവെർസേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നുള്ളത് മറ്റൊരു ടാസ്ക്കാണ് അല്ലേ. കാരണം നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു പക്ഷേ ആൾ ഉത്തരവും പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമുക്കുള്ള കൺഫ്യൂഷൻ, അയ്യോ ഇനി അടുത്ത് എന്ത് ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കണോ, അതോ ആൾ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുമോ, ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ എല്ലാവർക്കും ഒരു വലിയ ടാസ്ക്കാണത്. സോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഫോർത്ത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ പക്ക അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഫോർത്ത് ഫംഗ്ഷനായിട്ട് വരുന്നത്. കീപ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോയിങ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്ലോയിൽ അങ്ങനെ കൊണ്ടുപോകണം. എവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്കും അതിൽ നിന്ന് പിടിച്ച് കയറി മറ്റൊന്ന് ആ രീതിക്ക് ഒരു ഫ്ലോയിൽ നമ്മൾ ആ കോൺവെർസേഷൻ കൊണ്ടുപോകണം. സോ ഫോർത്ത് മെയിൻ ഫംഗ്ഷനാണ് മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. അതിലുള്ള ടെക്നിക്സ് ആണ് ആസ്ക് ക്വസ്റ്റ്യൻ, ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അപ്പുറത്തുനിന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആവുന്നില്ല. ഷോ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ എനിക്ക് താങ്കളോട് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ, നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ തുടർന്നുകൊണ്ടിരിക്കാം എന്ന തരത്തിൽ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുക. റെസ്പോണ്ട് പൊളൈറ്റ്ലി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് മറുപടി പറയുകയും ചെയ്യുക. അതല്ലാതെ ഇപ്പോൾ നമ്മളോട് എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഭയങ്കര ഹാർഷായിട്ട് തിരിച്ച് മറുപടി പറഞ്ഞാൽ അയാൾ എന്നോടുള്ള സംസാരത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല തോന്നിയിട്ട് ചിലപ്പോൾ ആ കോൺവെർസേഷൻ നമ്മളായാലും അത് അവസാനിപ്പിക്കുമായിരിക്കും. സോ വളരെ റെസ്പോണ്ട് ചെയ്യുക, പൊളൈറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കോൺവെർസേഷൻ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഫോർത്ത് മെയിൻ ഫംഗ്ഷൻ ആണ് മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ, എൻഡിങ് കോൺവെർസേഷൻ. അങ്ങനെ നമ്മൾ ആ കോൺവെർസേഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ ഫുൾ ടൈം നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ. സോ ഫിഫ്ത്ത് ഫംഗ്ഷൻ ആണ് എൻഡിങ് കോൺവെർസേഷൻ. പൊളൈറ്റ് വേസ് ടു ഫിനിഷ് സ്പീക്കിംഗ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ ആ സംസാരം അവസാനിപ്പിക്കുമ്പോൾ വളരെ പൊളൈറ്റായിട്ട് വേണം അവസാനിപ്പിക്കാൻ. അല്ല ചാടി കയറിയിട്ട് ഓക്കെ ബൈ അത് പറയാൻ പാടില്ല. വളരെ പൊളൈറ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഫുൾ സ്റ്റോപ്പ് നിർത്തുമ്പോഴേ ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് അവസാനിക്കുന്നുള്ളൂ. സോ നമുക്ക് പറയാം, ഇറ്റ് വാസ് നൈസ് ടോക്കിംഗ് ടു യു. നിന്നോട് സംസാരിച്ച് ഭയങ്കര സന്തോഷം, അല്ല നല്ലൊരു ഡേ ആയി മാറി എൻ്റെത്. സി യു ലേറ്റർ, നാളെ കാണാം, ടേക്ക് കെയർ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നല്ല പോസിറ്റീവ് വൈബോട് കൂടി എപ്പോഴും എന്ത് ചെയ്യുക, ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുക. സോ ഇതാണ് 5 മെയിൻ ഫങ്ഷൻസ്. നമ്മളെപ്പോഴും ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസിൽ പറയും. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഇൻഫോർമൽ ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരു രീതി. സോ അതിൽ 5 മെയിൻ ഫങ്ഷൻസ് ആണ് വരുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ, ഗ്രീറ്റിംഗ് പീപ്പിൾ. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്ന രീതി. സെക്കൻഡ്, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. നമ്മളെ അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന രീതി, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. തേർഡ് വൺ, സ്റ്റാർട്ടിങ് എ കോൺവെർസേഷൻ. ദെൻ അവരുമായിട്ടൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഫോർത്ത് വൺ, മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. ആ ഒരു കോൺവെർസേഷൻ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്നതും ഒരു ടാസ്ക്കാണ്. സോ മെയിൻറ്റെയിനിങ് കോൺവെർസേഷൻ. ആൻഡ് ഫിഫ്ത്ത് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എൻഡിങ് ദ കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കുമ്പോഴും നമ്മൾ നല്ല രീതിക്ക് ഒരു ഒറ്റയടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ വളരെ പൊളൈറ്റായിട്ട് കൊണ്ടുവന്നിട്ട് സി യു ലേറ്റർ, ഓക്കെ നൈസ് ടു ടോക്ക് ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ
പോസിറ്റീവ് എൻഡിങ്ങോട് കൂടിയിട്ട് ഒരു കോൺവെർസേഷൻ അവസാനിക്കുക. സോ ഇതൊക്കെയാണ് ഒരു ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മെയിൻ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഇൻഫോർമൽ ആണ്, നമുക്ക് ഫോർമലായിട്ടൊന്നും പറയണ്ട, വളരെ ഇൻഫോർമലായിട്ട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന രീതി, അത്രയേ ഉള്ളൂ ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസ്. സോ അടുത്തതായിട്ട് നമുക്ക് ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിമ്പിൾ ലാംഗ്വേജിലായിരിക്കും. ഓക്കെ, വളരെ നമ്മൾ കാഷ്വലായിട്ട് വളരെ അൺഒഫീഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരു വേ അല്ലേ, ഫോർമൽ അല്ല, ഇൻഫോർമലായിട്ട് സംസാരിക്കുന്ന രീതിയാണ്. സോ വളരെ സിമ്പിൾ ലാംഗ്വേജോട് കൂടിയിട്ട് മാത്രം നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. ഫ്രണ്ട്ലി ടോൺ, വളരെ ഫ്രണ്ട്ലി ആയിട്ട്, ഒട്ടും തന്നെ ആർഭാടങ്ങളോ അല്ലെങ്കിൽ നമ്മൾ വായിക്കൊള്ളാത്ത വേർഡ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഫ്രണ്ട്ലി ടോണിൽ മാത്രം നമ്മളിവിടെ സംസാരിച്ചാൽ മതി. റിലാക്സ്ഡ് ഗ്രാമർ അല്ലെ, വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഗ്രാമർ ഉപയോഗിച്ച് സംസാരിച്ചാൽ മതി. ആൻഡ് ഇമോഷണൽ കണക്ഷൻ, നമ്മൾ പറയുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഭയങ്കര ഫോർമലായിട്ട് നമ്മൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം അറിയുന്ന ആളോട് സംസാരിക്കുന്ന രീതിയാണ്, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയാണ്. സോ നമ്മൾ അത്രത്തോളം കാഷ്വലായിട്ട് ഇമോഷണൽ ടച്ചോട് കൂടി അല്ലെങ്കിൽ ഇമോഷണൽ ടോണ് കൊണ്ടുവന്നിട്ട് വേണം അത് സംസാരിക്കാൻ വേണ്ടി. സോ ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ എഴുതുമ്പോൾ സിമ്പിൾ ലാംഗ്വേജോട് കൂടി ഒരു ഫ്രണ്ട്ലി ടോൺ ഉപയോഗിച്ചുകൊണ്ട് റിലാക്സ്ഡ് ഗ്രാമറായി ഒരു ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇൻഫോർമലിലെ ഫോർമലിലെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. സോ ഇൻഫോർമൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമ്മളെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ വളരെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. വളരെ കാഷ്വൽ വേർഡ്സ് മാത്രം നമ്മൾ ഇൻഫോർമലിൽ ഉപയോഗിക്കേണ്ടതുള്ളൂ. എന്നാൽ ഫോർമലിൽ നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് വേണം ഓരോ വാചകങ്ങളും ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രൊഫഷണലിസം ഫോളോ ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടി. ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കണം, അല്ല തോന്നിയതുപോലെ സംസാരിക്കുന്ന കാര്യം ഒരു സ്ട്രക്ചറിലായിരിക്കണം. ഒരു തുടക്കം മുതൽക്ക് എൻഡിങ് വരെ വളരെ സ്ട്രക്ചേർഡ് കൂടിയിട്ട് നമ്മൾ പ്രീ പ്ലാൻഡ് ഉള്ളതുപോലെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓഫീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയൊക്കെ നമ്മൾ ഇവിടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ഫാമിലിയിലും ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫീസിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ആയിരിക്കും അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. പൊളൈറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അവിടുത്തെ അതുപോലെ തന്നെ അവിടെ ഭയങ്കര പൊളൈറ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ലാംഗ്വേജുകൾ, മേ ഐ സിറ്റ് ഹിയർ, മേ ഐ കം ഹിയർ, അങ്ങനെ വളരെ പൊളൈറ്റായിട്ട് വളരെ പൊളൈറ്റ് വേയിൽ വേണം ഫോർമലിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇൻഫോർമലിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആണ്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണോ, സോ അവിടെ ഫ്രീ ആയിട്ട് കാഷ്വൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ പറ്റും. എന്നാൽ ഫോർമലിൽ സംസാരിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. അവിടെ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഓഫീസിലോ ഒക്കെയാണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് അത് കാഷ്വൽ ആയിട്ടുള്ള രീതിയല്ല, മറിച്ച് പൊളൈറ്റ് ഒഫീഷ്യൽ ലാംഗ്വേജും പ്രൊഫഷണൽ സ്ട്രക്ചേർഡ് ഫോളോ ചെയ്തുകൊണ്ട് വേണം ഫോർമൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫോർമൽ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ വളരെ കാഷ്വലായിട്ട് റിലാക്സ്ഡ് ഗ്രാമർ വെച്ച് സംസാരിക്കുന്ന രീതിയാണ്. ആൻഡ് അതിൽ ആ 5 മെയിൻ ഫങ്ഷൻസും ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷൻസിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 2 ആണ്, മേക്കിംഗ് എൻക്വയറീസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, എൻക്വയറീസ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെ ഒരു കോൺവെർസേഷൻ്റെ ഭാഗമാണ് അല്ലേ. സോ നെക്സ്റ്റ് യൂണിറ്റിൽ, സെക്കൻഡ് യൂണിറ്റിൽ എന്താ പറയണത്? മേക്കിംഗ് എൻക്വയറീസ് ഓർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. സോ എൻക്വയറി മീൻസ് ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ പൊളൈറ്റ്ലി. എൻക്വയറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻ കിട്ടണം. ആ കിട്ടേണ്ട ഇൻഫോർമേഷൻ നമ്മൾ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കുന്ന രീതിയാണ് എൻക്വയറി എന്ന് പറയാം ആണല്ലോ. ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ ട്രെയിൻ എപ്പോഴാണ് വരികയെന്ന് ചോദിക്കണം, നമ്മൾ വളരെ പൊളൈറ്റാണ് ചോദിക്കുക, എപ്പോഴാണ് ഈ ട്രെയിൻ വരിക. അല്ലാതെ സത്യം വേഗം പറ ഈ ട്രെയിൻ എപ്പോഴാണ് വരിക നമ്മൾ ചോദിക്കില്ലല്ലോ, വളരെ പൊളൈറ്റായിട്ടല്ലേ ചോദിക്കുക. സോ വളരെ പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്ന കാഷ്വലായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ് എൻക്വയറീസിൽ വരുന്നത്. സോ എൻക്വയറി മീൻസ് ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ പൊളൈറ്റ്ലി. സോ നമ്മൾ സാധാരണയായിട്ട് ഈ എൻക്വയറീസ് അല്ലെങ്കിൽ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, പെർമിഷൻസ് ഇതൊക്കെ ഉപയോഗിക്കാറ് സ്കൂളുകളിലോ ബാങ്ക്സിലോ റെയിൽവേ സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ ഓഫീസുകളിലോ അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഫോൺ കോൺവെർസേഷൻസിൻ്റെ ഇടയിലോ ഇവിടെയൊക്കെ ആയിരിക്കും നമ്മൾ യൂഷ്വലി എൻക്വയറീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറും അതിൻ്റെ മറുപടിയൊക്കെ പറയാറും. കാഷ്വലി നമ്മൾ അവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പെർമിഷൻസും എൻക്വയറീസ് ഒക്കെ വേണ്ടി വരിക. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്.
യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഉണ്ട്, WH ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐദർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ആൻസർ ഈസ് യെസ് ഓർ നോ അല്ലെ. നമുക്ക് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ, അത്രേ ഉള്ളൂ. ആർ യു കമ്മിങ്, ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക്, അത്തരത്തിലുള്ള നമ്മുടെ ഓക്സിലറി വെർബുകൾ ഉപയോഗിച്ചിട്ട് ഈസ്, ആർ, ആം, വാസ്, വേർ, ഡു, ഡിഡ്, ഡസ്, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, നീഡ്, ഡെയർ, ഔട്ട് ടു, യൂസ്ഡ് ടു. These are the 24 auxiliary verbs. സോ ഈ ഒരു ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ യെസ് ഓർ നോയിൽ വരുന്നുണ്ടാവുക. അപ്പോൾ ആർ യു ഓക്കെ ചോദിച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയും. അപ്പോൾ ഒരിക്കലും നമുക്ക് അവിടെ ഓക്സിലറി വെർബ് അല്ലാതെ WH വാട്ടിൽ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഐതർ യെസ് അല്ലെങ്കിൽ നോ മറുപടി കിട്ടാറില്ല. സോ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും WH ക്വസ്റ്റ്യൻസും. യെസ് ഓർ നോ ഐതർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. അതിൻ്റെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കുക ഓക്സിലറി വെർബിലായിരിക്കും. സെക്കൻഡ് തിങ് WH ക്വസ്റ്റ്യൻസ്, വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൂ, ഹും, വൂസ്, ഹൗ, ഇതുപോലത്തെ WH ചോദ്യങ്ങളിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഫ്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത്. അത് അതിൻ്റെ ആൻസർ ഒരു കംപ്ലീറ്റ് പക്ക ആൻസർ ഉണ്ടായിരിക്കും, യെസ് അല്ലെങ്കിൽ നോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കുക WH മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ നമ്മൾ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ഈ 2 ടൈപ്പിൽ നമുക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. ഡു യു എയ്റ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, യെസ് അല്ലെങ്കിൽ നോ അല്ലേ. അത് അല്ലാന്നുണ്ടെങ്കിൽ ഡിഡ് യു കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്, യെസ് അല്ലെങ്കിൽ നോ. ഇപ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ വേർ ഈസ് ദ ലൈബ്രറി അല്ലെ, ലൈബ്രറി എവിടെ നിന്ന് കാണിച്ചിട്ടാമോ അല്ലെ ഈ വഴിക്കാണോ ആ വഴിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഹൗ ക്യാൻ ഐ അപ്ലൈ, ഇത് എങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി നമ്മൾ ഉപയോഗിക്കാറ്. അതൊക്കെയാണ് നമ്മൾ കോൺവെർസേഷനിലോ അല്ല എൻക്വയറീസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളുകളിലോ ഓഫീസുകളിലോ ഒക്കെ നമുക്ക് ആവശ്യം വരുന്ന 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ആൻഡ് WH ക്വസ്റ്റ്യൻസ് ആണ്. പൊളൈറ്റ് വേസ് ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരിക്കലും ടെൽ മീ യുവർ നെയിം, നീ നിന്റെ പേര് പറ, അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പൊളൈറ്റായിട്ടാണ് ചോദിക്കേണ്ടത്. സോ നമ്മൾ എന്താ ചോദിക്കേണ്ടത്, മേ ഐ നോ യുവർ നെയിം, പേരൊന്ന് അറിയാൻ പറ്റുമോ, പേരൊന്ന് കേൾക്കാൻ പറ്റുമോ. അല്ലാതെ ഒരിക്കലും ടെൽ മീ യുവർ നെയിം എന്നുള്ളത് തെറ്റാണ്. ഒരു പൊളൈറ്റ് വേയിൽ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കമാൻഡ് കൊടുക്കുന്നത് പോലെ നമ്മളിങ്ങോട്ട് ഓർഡർ ചെയ്യുന്ന പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. മറിച്ച് വളരെ പൊളൈറ്റായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന തരത്തിൽ വേണം. മേ ഐ നോ യുവർ നെയിം, എനിക്ക് താങ്കളുടെ പേര് അറിയാൻ പറ്റും, അങ്ങനെയൊക്കെ രീതിക്ക് കാഷ്വൽ ആയിട്ട് എന്നാൽ പൊളൈറ്റ് ആയ രീതിയിൽ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോർമൽ എൻക്വയറി എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, അല്ലെ കുഡിലാ തുടങ്ങി എനിക്ക് എന്താ ഓക്സിലറി വെർബിലാണ്. മേ ഐ ആസ്ക് സംതിങ്, വുഡ് യു മൈൻഡ് എക്സ്പ്ലെയിനിങ് ദിസ്. അങ്ങനെ ഓക്സിലറി വെർബിലായിരിക്കും നമ്മൾ ഈ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ഒക്കെ തുടങ്ങുന്നുണ്ടാവുക. മേ ഐ, കുഡ് യു, ക്യാൻ യു, അങ്ങനെ വളരെ പൊളൈറ്റായിട്ട് ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഈ ഒരു മോഡൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയും. കുഡും ക്യാനും മേയും മൈറ്റും ഒക്കെ അതിൽ വരുന്നവയാണ്. ഇനി ഒരു ടെലിഫോൺ എൻക്വയറി, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ടെലിഫോൺ എൻക്വയറി നടത്തുമ്പോൾ 2 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ എങ്ങനെയായിരിക്കും, അതൊരു എൻക്വയറി രൂപത്തിലായിരിക്കും. എങ്ങനെയായിരിക്കും, ഇപ്പോൾ കോളർ ചോദിക്കുകയാണ് ഗുഡ് മോർണിംഗ്, ഐ വുഡ് ലൈക്ക് ടു നോ ദ അഡ്മിഷൻ ഡീറ്റെയിൽസ് അല്ലെ. ആദ്യം ഗ്രീറ്റ് ചെയ്തതിന് ശേഷം പറയാണ് ഐ വുഡ് ലൈക്ക് ടു നോ, ഞാൻ ആഗ്രഹിക്കുന്നു എന്ത്, അഡ്മിഷൻ ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ റിസീവർ ഫോൺ എടുത്ത ആൾ പറയുന്നു ഷുവർ, വിച്ച് കോഴ്സ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ അല്ലെ. ഒരു ചോദ്യം പിന്നീട് അങ്ങനെ ചോദ്യം ചോദിക്കാം, WH ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിനപ്പുറത്തുനിന്നുള്ള ടെലിഫോണിൻ്റെ ആൾ ഒരു മറുപടി പറയും. അങ്ങനെ ഒരു കോൺവെർസേഷൻ ഒരു ക്വസ്റ്റ്യൻ ആസ്കിങ് ക്വസ്റ്റ്യൻസ് രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ അതാണ് ഒരു ക്വസ്റ്റ്യനിങ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എൻക്വയറീസ് എന്നുള്ള ഒരു യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ. ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യനിങ്, അതുപോലെ തന്നെ ഗുഡ് ക്വസ്റ്റ്യനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. വളരെ ക്ലിയർ ആയിരിക്കണം, നമ്മൾ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കണം. റീസൺ എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയുള്ളൊരു ആൻസർ അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ചോദിക്കുന്ന ചോദ്യം വളരെ ക്ലിയർ ആയിരിക്കണം, വളരെ പൊളൈറ്റ് ആയിരിക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ വളരെ പൊളൈറ്റ് രീതിയിൽ വേണം ചോദിക്കാൻ വേണ്ടി. ചാടി കയറി അഹങ്കാരമുള്ള രീതിക്കൊന്നും ടെൽമി എന്നൊന്നും പറഞ്ഞ് ചോദിക്കാൻ പാടില്ല. വളരെ പൊളൈറ്റ് ആയിട്ട് വേണം ചോദ്യമാണെങ്കിൽ പോലും ചോദിക്കാൻ വേണ്ടിയിട്ട്. എൻക്വയറി ചെയ്യുകയാണെങ്കിൽ കൂടെ നമ്മൾ വളരെ പൊളൈറ്റ് ആയ രീതിയിൽ വേണം ചെയ്യാൻ. ഷോർട്ടായിരിക്കണം, വലിയ എസ്സേ പോലൊന്നും ചോദ്യം ചോദിക്കാൻ പാടില്ല. കാരണം അത് കേൾക്കാനുള്ളൊരു സമയം ഒരുപക്ഷെ അപ്പുറത്ത്
രണ്ടാമത്തെ ആൾക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. സോ ചോദിക്കുന്നത് എൻക്വയറി ആയാലും ചോദ്യമായാലും വളരെ ഷോർട്ടായിട്ട് വേണം നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. റെലവൻ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ സാഹചര്യത്തിന് ഒത്തിരി വേണം സംസാരിക്കുക. അതല്ലാതെ പിന്നെ മുന്നെപ്പോഴെല്ലാം കഴിഞ്ഞ കാലത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും തോന്നിയത് ചോദിച്ചാൽ റെലവൻ്റ് ആയുള്ള കാര്യങ്ങൾ വേണം ചോദിക്കാൻ വേണ്ടി. ഇതൊക്കെയാണ് ഒരു ഗുഡ് ക്വസ്റ്റ്യനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. സോ ഈ ഒരു മേക്കിംഗ് എൻക്വയറീസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് 2 നമ്മൾ എന്താണ് എൻക്വയറി എന്ന് പറഞ്ഞു. എന്താ എൻക്വയറി മീൻസ് ആസ്കിങ് ഫോർ ഇൻഫോർമേഷൻ പൊളൈറ്റ്ലി. വളരെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ചോദിക്കുന്നതിനെയാണ് എൻക്വയറി എന്ന് പറയുക. സാധാരണയായിട്ട് സ്കൂളുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഓഫീസുകളിലും ടെലിഫോൺ കമ്മ്യൂണിക്കേഷനിലൊക്കെയാണ് നമ്മൾ എൻക്വയറീസ് ഉപയോഗിക്കാറ്. ആൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആസ്കിങ് ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, WH ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐതർ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കും അതിൻ്റെ ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്സിലറി വെർബിൽ ആറ്, ഈസ്, വേറ്, വാസ് പോലത്തെ ഓക്സിലറി വെർബിലായിരിക്കും അത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇനി WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ WH ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വാട്ട്, വിച്ച്, വേർ, വെൻ, ഹൗ, ഹും, വൂസ് അതുപോലത്തെ WH തുടങ്ങുന്ന അല്ലെങ്കിൽ WH ഉള്ള ക്വസ്റ്റ്യൻ വേർഡ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. അതിനൊരു പ്രോപ്പർ ഫിക്സഡ് ആൻസർ ഉണ്ടായിരിക്കും. ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ക്വസ്റ്റ്യനിങ് പറഞ്ഞു. ക്ലിയർ ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, ഷോർട്ട് ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിറ്റ് 2 ആയിട്ടുള്ള നമ്മുടെ മേക്കിംഗ് എൻക്വയറീസ് ആൻഡ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹലോ ആൾ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂണിറ്റ് 3 ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റാണ്. ഓക്കെ, ബ്ലോക്ക് 2 യൂണിറ്റ് 3 ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. സോ എന്താണ് ഗ്രൂപ്പ് ഡിസ്കഷൻ? JD എന്താണെന്ന് നോക്കി നോക്കാം. ഗ്രൂപ്പ് ഡിസ്കഷൻ മീൻസ് എക്സ്ചേഞ്ചിങ് ഐഡിയാസ് ഇൻ എ ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രൂപ്പായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഐഡിയാസൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുക, നമ്മുടെ ഐഡിയാസൊക്കെ കൈമാറ്റം ചെയ്യുന്നതിനാണ്. അത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം, മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക. ഒരു ഗ്രൂപ്പായിട്ട് നടക്കുന്ന ഒരു കോൺവെർസേഷൻ എവിടെ നമ്മുടെ ഐഡിയാസും നമ്മുടെ എല്ലാ കാര്യവും ഷെയർ ചെയ്യാം. ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, JD. ഗ്രൂപ്പ് ഡിസ്കഷൻ A discussion among several people on one topic അല്ലെ. ഒരേ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നതിനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയാം. ശരിയാണല്ലോ, 2 പേര് സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനായി മാറുന്നില്ല. ഒരുപാട് പേര് വേണം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ് പറയാനും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും മറ്റാളുകളുടെ കാര്യങ്ങൾ കേൾക്കാനും. സോ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് അവർ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അതിനെ വരുന്ന പല പല ഒപ്പീനിയൻസ് സംസാരിക്കുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസ് റൂം ഡിസ്കഷൻ, ക്ലാസ് റൂമിൽ ഡിസ്കഷൻസ് സംഭവിക്കാറുണ്ട്. ഇൻ്റർവ്യൂ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. ടീം ഡിസ്കഷൻസ് നടക്കാറുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ, സെവറൽ പീപ്പിൾസ് കൂടി നിന്നിട്ട് ഒരേ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തോ ദാറ്റ് ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. അതിൽ കൂടുതലൊന്നും തലപ്പുണ്ണാക്കേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ പർപ്പസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, എന്തെങ്കിലും ഒരു പർപ്പസ് ഇല്ലാതെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ആവശ്യമില്ലല്ലോ. സോ പർപ്പസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഷെയർ ഐഡിയാസ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള പർപ്പസ് തന്നെയാണ്. സോൾവ് പ്രോബ്ലംസ്, നമ്മുടെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് സോൾവ് ചെയ്യുക. ടെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളമാണ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് പോലെ ആളുകൾ ഒരുമിച്ച് നിർത്തിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി. ഇംപ്രൂവ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ ഇടയിൽ നിന്നും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? ഇംപ്രൂവ് ആവും. സോ ഇംപ്രൂവിങ് കോൺഫിഡൻസ്, ഇതിനൊക്കെയാണ് പൊതുവേ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉപയോഗിക്കാറ്. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞ് ഇതൊക്കെയാണ്. സോ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ സെവറൽ ആളുകളുടെ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ, സെവറൽ പീപ്പിൾസിൻ്റെ ഇടയിൽ നിന്നും ഒരേ ടോപ്പിക്കിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിനാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ഐഡിയാസ്, നമ്മുടെ ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇംപ്രൂവ് കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ഗ്രാജുവലി ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉപയോഗിക്കാറ്. ദെൻ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, എത്ര ടൈപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വരുന്നുണ്ട്?
ടോപ്പിക് ബേസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, കേസ് സ്റ്റഡി ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, അബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട് അല്ലേ. അങ്ങനെ 3 ടൈപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് വരുന്നുണ്ട്. ടോപ്പിക് ബേസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ ഈസ് ഗുഡ് ഓർ ബാഡ്, ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന രീതി. ഫോർ എക്സാമ്പിൾ പറയുന്നത് സോഷ്യൽ മീഡിയ ഗുഡ് ഓർ ബാഡ്, അതാണ് നമ്മുടെ ടോപ്പിക്ക്. ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ആളുകൾ, സെവറൽ പീപ്പിൾസ് സംസാരിക്കുക, അവർക്ക് പറയാനുള്ള ഒപ്പീനിയൻസ്. ചിലപ്പോൾ ചില ആളുകൾക്ക് കംപ്ലീറ്റ്ലി ബാഡ് എന്നുള്ളതായിരിക്കും, ചില ആൾക്ക് ഗുഡ് എന്നുള്ളതായിരിക്കും, ചിലർക്ക് മോഡറേറ്റ് എന്നുള്ളതായിരിക്കും. സോ ഓരോരുത്തരുടെ ഒപ്പീനിയൻസ് ഒരേ ടോപ്പിക്കിനെ കുറിച്ച് ഓരോ ആളുകൾക്കും അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാറുന്നുണ്ടാവും. അപ്പോൾ സെവറൽ ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷനെയാണ് ടോപ്പിക് ബേസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നത് കേസ് സ്റ്റഡി ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഡിസ്കഷൻ അബൌട്ട് എ സിറ്റുവേഷൻ, എന്തെങ്കിലും സിറ്റുവേഷനെ കുറിച്ചിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് ആണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് കേസ് സ്റ്റഡി ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ. അബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്, ഇപ്പോൾ സക്സസ് എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുക, വിക്ടറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിക്കുക. സോ ഒരു കൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിനാണ് അബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ 3 types ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്. ഓക്കെ, 3 ടൈപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആണ് വരുന്നത്. ടോപ്പിക് ബേസ്ഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, കേസ് സ്റ്റഡി ഗ്രൂപ്പ് ഡിസ്കഷൻ, അബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. ആൻഡ് റൂൾസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുമ്പോൾ ചില റൂൾസ് നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വൺ, സ്പീക്ക് ക്ലിയർലി. പറയാനുള്ള പോയിന്റ് ക്ലിയർ ആയിട്ട് പക്കായിട്ട് പറഞ്ഞിരിക്കണം. ക്ലിയർ കറക്റ്റ് പോയിന്റ് ആയിട്ട് തന്നെ പറയണം. ബബ്ബ അടിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിലാണ്, പല ആളുകൾക്കും പറയാനുണ്ടാവും, അവിടെ പോയി കോമാളിത്തരം കാണിക്കാൻ പാടില്ല. സോ ക്ലിയർ ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ലിസൺ കെയർഫുള്ളി. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആൾ സംസാരിക്കുന്നത്, ഓരോ ആളുകൾ സംസാരിക്കുന്ന കാര്യം നല്ലതുപോലെ കെയർഫുൾ ആയിട്ട് കേട്ടിരിക്കണം. സോ ഒരു ലിസണിങ് ക്വാളിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഡു നോട്ട് ഇൻറ്ററപ്റ്റ്. ഒരാളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് കയറിയിട്ട് പറയാൻ പാടില്ല. ലെറ്റ് ദം സ്പീക്ക്. അവർ സംസാരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോയിന്റ് പറയാം. റെസ്പെക്ട് ഒപ്പീനിയൻസ്. മറ്റൊരാളുടെ ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അതല്ലാതെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. ഈവൻ ദേ ആർ റൈറ്റ്, നമ്മളത് ഒപ്പീനിയൻ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാലിക്കേണ്ട കാര്യമാണ്. സ്റ്റേ ഓൺ ടോപ്പിക്. ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. ടോപ്പിക്കിന് തെന്നി വഴുതി പോകാൻ പാടില്ല. സ്റ്റേ ഓൺ ടോപ്പിക്. ടോപ്പിക്കിൽ നിന്നുകൊണ്ട് തന്നെ വേണം സംസാരിക്കാൻ. സോ ദീസ് ആർ ദ റൂൾസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ. സ്പീക്ക് കെയർഫുള്ളി. നല്ല കെയർഫുൾ ആയിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ലിസൺ കെയർഫുള്ളി. നല്ലതുപോലെ കേട്ടിട്ട് വേണം മറുപടി പറയാൻ വേണ്ടിയിട്ട്. ഡു നോട്ട് ഇൻറ്ററപ്റ്റ്. ഒരിക്കലും തടസ്സപ്പെടുത്താൻ പാടില്ല. റെസ്പെക്ട് ഒപ്പീനിയൻസ്. മറ്റുള്ള ആളുകളുടെ അതേഴ്സിൻ്റെ ഒപ്പീനിയൻസ് റെസ്പെക്ട് ചെയ്തോളണം. സ്റ്റേ ഓൺ ടോപ്പിക്. ടോപ്പിക്കിൽ നിന്നുകൊണ്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ഡിസ്കഷൻ എക്സ്പ്രഷൻസ് ആണ്. ഐ എഗ്രി വിത്ത് യുവർ പോയിന്റ്. ഞാൻ നിങ്ങളെ പോയിന്റിൽ എഗ്രി ചെയ്യുന്നു. ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ ഒപ്പീനിയനിൽ. ഐ വുഡ് ലൈക്ക് ടു ആഡ്. ഞാൻ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനത്തെ ഒക്കെ എക്സ്പ്രഷൻസ് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ പൊതുവെ കൊണ്ടുവരാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള ആ ഒരു ഏരിയയിൽ പറയുന്നത്. ദർ ആർ 3 types ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ പറഞ്ഞു. ടോപ്പിക് ബേസ്ഡ്, കേസ് സ്റ്റഡി, അബ്സ്ട്രാക്ട് ആൻഡ് റൂൾസ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻസും പറഞ്ഞു. സോ ഇതൊക്കെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് പറഞ്ഞുള്ള ആ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മീറ്റിംഗ്സ് എന്താണെന്നുള്ളതാണ് കേട്ടോ. സോ എന്താ മീറ്റിംഗ്സ് എന്ന് വെച്ചാൽ ഫോർമൽ ഡിസ്കഷൻ ടു മേക്ക് ഡിസിഷൻസ്. നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല, ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ പോലെയാണ്. കാരണം നമുക്കൊരു അവിടെ നിന്നൊരു ഡിസിഷൻ എടുക്കണം, ഇതൊരു തീരുമാനം എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മീറ്റിംഗ്സ് സംഘടിപ്പിക്കാറ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓഫീസ് മീറ്റിംഗ്സ് നടക്കാറുണ്ട്, സ്കൂൾ കമ്മിറ്റി മീറ്റിംഗ്സ് നടക്കാറുണ്ട്, പ്രൊജക്ട് മീറ്റിംഗ്സ് നടക്കാറുണ്ട്. സോ ആ ഒരു മീറ്റിങ്ങിൽ നമുക്ക് എന്തെങ്കിലും പ്യുവർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കാണ്ടായിരിക്കും. സോ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമലി അല്ലെങ്കിൽ നോർമലി മീറ്റിംഗ്സ് സംഘടിപ്പിക്കാറ്. ഇനി ടൈപ്സ് ഓഫ് മീറ്റിംഗ്സ്. 2 ടൈപ്പ് മീറ്റിംഗ്സ് ആണ് വരുന്നത്. ഫോർമൽ മീറ്റിംഗും വരുന്നുണ്ട്, ഇൻഫോർമൽ മീറ്റിംഗും വരുന്നുണ്ട്. ഫോർമൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് രൂപത്തിലായിരിക്കും. ഒരു കൃത്യമായ സ്ട്രക്ചർ സംഘടിപ്പിച്ചിട്ട് ആ സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റ് പ്ലാൻഡ് ആയിട്ടായിരിക്കും ഒരു ഫോർമൽ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കുക.
എന്നാൽ ഒരു ഇൻഫോർമൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കാഷ്വൽ ഡിസ്കഷൻ ആയിരിക്കും. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, സോ അത് കാഷ്വൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു, അത്രേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻഫോർമൽ മീറ്റിംഗ്. ആൻഡ് ഫോർമൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രൂപത്തിൽ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ടായിരിക്കും ഫോർമൽ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ടായിരിക്കുക. സോ 2 ടൈപ്പ് മീറ്റിംഗ്സ് ആണ് വരുന്നത്, ഫോർമൽ മീറ്റിംഗും ഇൻഫോർമൽ മീറ്റിംഗും. ഇനി പാർട്സ് ഓഫ് എ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെയിൻ തിങ് അജണ്ട, അല്ലെ അജണ്ട എന്ന് പറയാറില്ല നമ്മൾ മലയാളത്തിൽ, ലിസ്റ്റ് ഓഫ് ടോപ്പിക്സ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആ മീറ്റിങ്ങിൽ സംസാരിക്കണം, ദാറ്റ് ഈസ് അജണ്ട. സെക്കൻഡ് തിങ് ചെയർപേഴ്സൺ, അല്ലെ ലീഡ്സ് മീറ്റിംഗ്. ആ ഒരു ചെയർപേഴ്സൺ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ആ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ സെക്കൻഡ് തിങ് ചെയർപേഴ്സൺ. ആൻഡ് തേർഡ് തിങ് മിനിറ്റ്സ്, നമ്മൾ കൃത്യമായിട്ടുള്ള ആ റെക്കോർഡ് റിട്ടേൺ ചെയ്തിരിക്കണം, റിട്ടേൺ റെക്കോർഡ് ഉണ്ടായിരിക്കണം, അതിനെയാണ് നമ്മൾ മിനിറ്റ്സ് എന്ന് പറയുക. സോ 3 പാർട്സ് ആണ് ഒരു മീറ്റിംഗിൽ വരുന്നത്. ഒരു അജണ്ട ഉണ്ടായിരിക്കണം, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം ആ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു റിട്ടേൺ റെക്കോർഡ് പോലെ മിനിറ്റ്സ് ഉണ്ടായിരിക്കണം. സോ 2 ടൈപ്പ് മീറ്റിംഗ്സ് ആണ് വരുന്നത്. മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഫോർമൽ ഡിസ്കഷൻ ആണ്. ആൻഡ് 2 ടൈപ്സ് ഓഫ് മീറ്റിംഗ്, ഫോർമൽ മീറ്റിംഗും ഉണ്ട്, ഇൻഫോർമൽ മീറ്റിംഗും ഉണ്ട്. ഫോർമൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആൻഡ് പ്ലാൻഡ് രൂപത്തിൽ നടത്തുന്നതാണ് ഫോർമൽ മീറ്റിംഗ് എന്ന് പറയാം. ഇൻഫോർമൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ഡിസ്കഷൻസിനെയാണ് ഇൻഫോർമൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് പാർട്സ് ഓഫ് മീറ്റിംഗ് 3 ഒരു അജണ്ട വരുന്നുണ്ട്, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും, മിനിറ്റ്സ് റിട്ടേൺ റെക്കോർഡ് ആവശ്യമാണ്. ദെൻ എക്സാമ്പിൾ ഓഫ് മീറ്റിംഗ് സ്ട്രക്ചർ. മീറ്റിംഗ് സ്ട്രക്ചറിന്റെ എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കണം, ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരിക്കണം, ദെൻ ഡിസ്കഷൻ സംഭവിക്കണം, ഡിസിഷൻ എടുക്കണം, ക്ലോസിംഗ് അവസാനിപ്പിക്കണം. ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് എ മീറ്റിംഗ് സ്ട്രക്ചർ. ഒരു മീറ്റിംഗ് സ്ട്രക്ചറിന്റെ ഒരു പ്യുവർ എക്സാമ്പിൾ ആണ്. ഒരു ഓപ്പണിംഗിൽ തുടങ്ങി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് ഡിസിഷൻ എടുത്ത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കാം. ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷന്റെയും മീറ്റിംഗിന്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാ? ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് വെച്ചാൽ ഒപ്പീനിയൻ ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പറയാറ്. എന്നാൽ മീറ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ്സ് സംഘടിപ്പിക്കാറ്. ആൻഡ് ലെസ് ഫോർമൽ ആയിരിക്കും ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. പക്ഷെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നുകൂടെ മോർ ഫോർമൽ ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നോ ലീഡർ സംടൈംസ്, ആരുടെയും ആവശ്യം നമുക്കില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ മീറ്റിങ്ങിൽ ഒരു ചെയർപേഴ്സൺ പ്രസൻറ്റ്, ആ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ ആയിട്ടുള്ള ചെയർപേഴ്സൺ ഉണ്ടായിരിക്കണം. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് മീറ്റിംഗ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഒപ്പീനിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഗ്രൂപ്പായിട്ടിരുന്നത്, സെവറൽ പീപ്പിൾസ് അവരുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യുന്ന ഒരു വേദിയാണെങ്കിൽ, മീറ്റിംഗ് എന്ന് പറയുന്നത് സെവറൽ പീപ്പിൾസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മീറ്റിംഗ്സ് സംഘടിപ്പിക്കുന്നതായിരിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷൻസ് ലീഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ആരുടെയും ആവശ്യമില്ല. എന്നാൽ ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ചെയർപേഴ്സൻ്റെ ആവശ്യമുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ യൂണിറ്റ് 3 ആയിട്ടുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ പറയുന്ന കാര്യങ്ങൾ. സോ ഗൈസ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബ്ലോക്ക് 2 ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള 4th യൂണിറ്റ്, പ്രസൻറ്റേഷൻ സ്കിൽസ്, എസെൻഷ്യൽസ് ഓഫ് പ്രസൻറ്റേഷൻ സ്കിൽസ്. പ്രസൻറ്റേഷൻ സ്കിൽസ് എന്തൊക്കെയാണ്? ഇനി എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള എസെൻഷ്യൽ സ്കിൽസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 4 ആയിട്ടുള്ള ഈ ഒരു കുട്ടി യൂണിറ്റിൽ, ചെറിയൊരു യൂണിറ്റാണ് ഈ ഒരു യൂണിറ്റിൽ പറയണത്. സോ എന്താണ് ഒരു പ്രസൻറ്റേഷൻ? പ്രസൻറ്റേഷൻ മീൻസ് സ്പീക്കിംഗ് ബിഫോർ ആൻ ഓഡിയൻസ് ടു എക്സ്പ്ലെയിൻ ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഓഡിയൻസിന് മുൻപിൽ സംസാരിക്കുന്നതിനെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ പ്രസൻറ്റേഷൻ മീൻസ് സ്പീക്കിംഗ് ബിഫോർ ആൻ ഓഡിയൻസ്, ഒരു ഓഡിയൻസിൻ്റെ മുൻപിൽ ടു എക്സ്പ്ലെയിൻ ഇൻഫോർമേഷൻസ് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന രീതിയെയാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്ലാസ് റൂം സെമിനാർ. ഓക്കെ, ക്ലാസ് റൂം സെമിനാർ നമ്മൾ നടത്താറുണ്ട്, ബിസിനസ് പ്രസൻറ്റേഷൻസ് സംഘടിപ്പിക്കാറുണ്ട്, പ്രൊജക്റ്റ് എക്സ്പ്ലനേഷൻസ് നടത്താറുണ്ട്. ഇതൊക്കെയാണ് എന്ത്? പ്രസൻറ്റേഷൻസ്. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രസൻറ്റേഷൻസിൻ്റെ ആവശ്യം വരുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രസൻറ്റേഷൻ സ്കിൽസ്. പ്രസൻറ്റേഷൻ സ്കിൽസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് കോൺഫിഡൻസ്. നമുക്ക് ആളുകളുടെ മുൻപിൽ ഒരു നന്നായിട്ട് ആ ഒരു പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോൺഫിഡൻസ് വേണം. സോ ഇംപ്രൂവ്സ് കോൺഫിഡൻസ്. ഡെവലപ്പ് സ്പീക്കിംഗ് എബിലിറ്റി. നമുക്ക് ആളുകളുടെ മുമ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പീക്കിംഗ് എബിലിറ്റി അവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെൽപ്സ് കരിയർ ഗ്രോത്ത്. നമ്മുടെ കരിയർ ഗ്രോത്തിനെ അത് സഹായിക്കുന്നുണ്ട്.
ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് നമ്മളിടയിലുള്ള അവർക്കിടയിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷനും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഇമ്പോർട്ടൻസ് ഓഫ് പ്രസൻറ്റേഷൻ സ്കിൽസ്, പ്രസൻറ്റേഷൻ സ്കിൽസിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്സ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സ്പീക്കിംഗ് എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കരിയർ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനെയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്സ് ഓഫ് ഗുഡ് പ്രസൻറ്റേഷൻ, ഗുഡ് പ്രസൻറ്റേഷൻസിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, മെയിൻ തിങ് പ്രിപ്പറേഷനാണ്. നമ്മൾ നല്ലതുപോലെ പ്രിപ്പയർഡ് ആയിട്ട് വേണം എന്തെങ്കിലും കാര്യം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റിസേർച്ച് ടോപ്പിക്, ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ റിസേർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർഗനൈസേഷൻ അല്ലെ, കൃത്യമായിട്ട് ഐഡിയാസിന് അറേഞ്ച് ചെയ്തിട്ട് വേണം, വെൽ അറേഞ്ച്ഡ് ആയിട്ട് വേണം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ് മുഖ്യമാണ്. നമ്മൾ ആദ്യമായിട്ട് പോയിട്ട് ഫസ്റ്റ് ടൈം പോയിട്ട് പ്രസൻറ്റ് ചെയ്യരുത്. അതിനു മുമ്പ് നമ്മൾ വൺസ് ഒന്ന് പ്രസൻറ്റ് ചെയ്തതിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. റിഹേഴ്സ് സ്പീക്കിംഗ് അല്ലെ, സ്പീക്ക് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ആൻഡ് ഡെലിവറി, അവസാനം പ്രസൻറ്റ് കോൺഫിഡൻ്റ്ലി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര കറേജിയസ് ആയിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഗുഡ് പ്രസൻറ്റേഷൻ. ഒരു ഗുഡ് പ്രസൻറ്റേഷന് വേണ്ടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, നല്ലതുപോലെ പ്രിപ്പയർഡ് ആയിരിക്കണം, ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ലതുപോലെ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, അറേഞ്ച്ഡ് ഐഡിയാസ്, കൃത്യമായിട്ട് ഐഡിയാസ് അറേഞ്ച് ചെയ്തിട്ട് വേണം നിങ്ങളത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പ്രാക്ടീസ്, നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങളത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഡെലിവറി അല്ലെ, കൃത്യമായിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര കറേജ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ സാധനത്തെ പ്രസൻറ്റ് ചെയ്യുക. ദെൻ സ്ട്രക്ചർ ഓഫ് പ്രസൻറ്റേഷൻ, ഒരു പ്രസൻറ്റേഷന് സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഇൻട്രൊഡ്യൂസ് ടോപ്പിക്, ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടുഡേ ഐ ആം ഗോയിങ് ടു സ്പീക്ക് അബൌട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചാണ്. സോ അവിടെ എന്ത് വന്നു, ഒരു ഇൻട്രൊഡക്ഷൻ വന്നു. അതുപോലെ ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു ബോഡി പാരാഗ്രാഫ് ഉണ്ടായിരിക്കണം, മെയിൻ എക്സ്പ്ലനേഷൻ. ആ ഒരു ബോഡി പാരാഗ്രാഫിലാണ് നമ്മൾ മെയിൻ എക്സ്പ്ലനേഷൻ പറയേണ്ടി വരേണ്ടത്. ദെൻ കൺക്ലൂഷൻ അല്ലെ, സമ്മറി പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുക. ഫോർ എക്സാമ്പിൾ പറയാൻ, താങ്ക് യു ഫോർ ലിസണിങ്, എന്നെ ലിസൺ ചെയ്തതിന് ഭയങ്കര സന്തോഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി. സോ ഒരു സ്ട്രക്ചർ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ടോപ്പിക്ക് തുടങ്ങിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം അത് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഒരു ബോഡി ഉണ്ടായിരിക്കണം, മെയിൻ എക്സ്പ്ലനേഷൻ ആ ബോഡിയിലാണ് പറയേണ്ടത്. ദെൻ ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, അവിടെ ആയിരിക്കണം സമ്മറി വരേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രസൻറ്റേഷൻ ടെക്നിക്സ് അല്ലെ, പ്രസൻറ്റേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്? നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ഐ കോണ്ടാക്ട്, നമ്മൾ നല്ലതുപോലെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ടെൻസ്ഡ് ആണെങ്കിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഐ കോണ്ടാക്ട് നടക്കില്ല. സോ നമ്മൾ ടെൻസ്ഡ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ നമ്മുടെ ഐ കോണ്ടാക്ട് വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് വിലയിരുത്താൻ പറ്റും. സോ ഐ കോണ്ടാക്ട് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ലുക്ക് അറ്റ് ഓഡിയൻസ്, ഓഡിയൻസിനെ സമയം കയ്യിൽ കാലുമേക്ക് നോക്കിയിട്ടോ മുകളിലേക്ക് നോക്കിയിട്ടോ സൈഡിലേക്ക് നോക്കിയിട്ടോ ഒന്നും അല്ല സംസാരിക്കുന്നത്, കൃത്യമായിട്ട് ഓഡിയൻസുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബോഡി ലാംഗ്വേജ്, സ്റ്റാൻഡ് കോൺഫിഡൻ്റ്ലി, നല്ല നേരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക, അതായത് പേടിച്ച് വിറച്ചിട്ടൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. വോയിസ് മോഡുലേഷൻ, ഒരു ടോണിൽ ചേഞ്ച് ചെയ്തുകൊണ്ട്, നമ്മൾ ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് സ്ട്രെസ് ചെയ്തുകൊണ്ട് തന്നെ പറയണം. അതായത് അൺസ്ട്രെസ്ഡ് ആണെങ്കിൽ ഓക്കെ, അങ്ങനെ ആ രീതിക്ക് നമ്മൾ വോയിസ് മോഡുലേഷൻ കൊടുത്തുകൊണ്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. വിഷ്വൽ എയ്ഡ്സ്, നമുക്ക് സ്ലൈഡ്സും ചാർട്ട്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റേഷൻസ് ഒന്നുകൂടെ അട്രാക്റ്റീവ് ആക്കാനും ഒന്നുകൂടെ ഇൻട്രാക്റ്റീവ് ആക്കാനും നമുക്ക് സാധിക്കും. സോ പ്രസൻറ്റേഷൻ ടെക്നിക്സുകൾ എന്തൊക്കെയാണ്? ഐ കോണ്ടാക്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളണം. ബോഡി ലാംഗ്വേജ്, സ്റ്റാൻഡ് കോൺഫിഡൻ്റ്ലി, കോൺഫിഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. വോയിസ് മോഡുലേഷൻ നിർബന്ധമാണ്. ആൻഡ് വിഷ്വൽ എയ്ഡ്സ്, നമുക്ക് സ്ലൈഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് വിഷ്വൽ ആയുള്ള ചാർട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടെ ഇൻട്രാക്റ്റീവ് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. ഇനി കോമൺ പ്രസൻറ്റേഷൻ മിസ്റ്റേക്കുകൾ, പ്രസൻറ്റേഷനിൽ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ് റീഡിങ് ഡയറക്റ്റ്ലി, ഇങ്ങനെ നോക്കി എങ്ങനെ വായിച്ചു പോവുക, ഒന്നും പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാക്കിപ്പിക്കാതെ. അപ്പോൾ റീഡിങ് ഡയറക്റ്റ്ലി ആകുമ്പോൾ ആളുകൾക്ക് ഓഡിയൻസ് അതൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലേക്ക് എത്തും.
സ്പീക്കിംഗ് ടു ഫാസ്റ്റ്, പെട്ടെന്ന് കഴിഞ്ഞിട്ട് എന്തോ കല്യാണത്തിന് പോകാനുള്ളത് പോലെ പെട്ടെന്ന് വായിച്ചിട്ട് പോകുക, അതും ഓഡിയൻസിന് ക്ലിയർ ആയിരിക്കില്ല. ലാക്ക് ഓഫ് കോൺഫിഡൻസ്, പേടിച്ച് വരച്ച് പറയുമ്പോഴും കൃത്യമായിട്ട് ആ പ്രസൻറ്റേഷൻ വർക്കൗട്ട് ആവില്ല, അത് ഓഡിയൻസിന് മനസ്സിലാവില്ല. നോ ഐ കോണ്ടാക്ട്, ഇങ്ങനെ കണ്ണുകളോട് സംസാരിക്കാൻ അവിടേക്കൊക്കെ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോഴും ഓഡിയൻസ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രസൻറ്റേഷൻ മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ ടോപ്പിക്കിൻ്റെ എക്സാമ്പിൾ പറയാം. സോ ടോപ്പിക് ഇതാണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. സോ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ്. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ബോഡിയിൽ നമ്മൾ പറഞ്ഞു ഹെൽപ്സ് ഇൻ എഡ്യൂക്കേഷൻ, ജോബ്സ്, കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു. കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് സക്സസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൃത്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഒരു ബോഡി ഉണ്ടായിരിക്കണം, ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ വേണം ഒരു പ്രസൻറ്റേഷൻ പറയാൻ വേണ്ടിയിട്ട്. ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. പ്രസൻറ്റേഷൻ ടെക്നിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഐ കോണ്ടാക്ട് നിർബന്ധമാണ്. ലുക്ക് അറ്റ് ഓഡിയൻസിനെ നോക്കിയിട്ട് തന്നെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. ബോഡി ലാംഗ്വേജ്, സ്റ്റാൻഡ് കോൺഫിഡൻ്റ്ലി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. വോയിസ് മോഡുലേഷൻ നിർബന്ധമാണ്. വിഷ്വൽ എയ്ഡ്സും അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കണം. സോ നമ്മളിപ്പോൾ ബ്ലോക്ക് 2 ഒരു ക്വിക്ക് റിവിഷൻ നടത്തുകയാണെങ്കിൽ 4 യൂണിറ്റുകളാണ് പറഞ്ഞത്. അതിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് ആൻഡ് എൻക്വയറീസ് എന്താന്ന് പറഞ്ഞു, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആൻഡ് മീറ്റിംഗ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ആൻഡ് ഫൈനലി പ്രസൻറ്റേഷൻ സ്കിൽസ് എന്തെല്ലാമാണെന്ന് പറഞ്ഞു. സോ ഇതാണ് 4 യൂണിറ്റുകൾ. ഈ 4 യൂണിറ്റുകളിലും വരുന്ന മെയിൻ ഐഡിയാസ്, മെയിൻ ടോപ്പിക്സ്, അങ്ങനത്തെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് കവർ ചെയ്തിട്ട് വളരെ സിംപ്ലൈസ് ചെയ്തിട്ട് നമ്മൾ വളരെ സിമ്പിൾ ഫോം ആക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓരോ ചാപ്റ്ററിലെയും ഓരോ യൂണിറ്റിലെയും ഏകദേശം ധാരണ എന്താണ് ആ യൂണിറ്റ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഒരു ഒറ്റ വീഡിയോയിലൂടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. സോ ബൈ.